നമസ്കാരം, ഞാൻ ദീപക്. UACarLoan.com സ്വാഗതം. ഞങ്ങളുടെ സർവീസ് ഇതാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി വാങ്ങിക്കാം. എവിടെ നിന്ന് വണ്ടി വാങ്ങിച്ചാലും അതിന് 100% കാർ ലോൺ ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ സെല്ലർക്ക് അപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കണമെങ്കിൽ അവർക്ക് ക്യാഷ് കൊടുത്ത് വണ്ടി വാങ്ങിച്ച് നിങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അത് മാസതവണ വ്യവസ്ഥയിൽ, അതായത് ബാങ്ക് വഴി EMI ആക്കി ചെയ്തു തരുന്ന ഒരു സർവീസാണ് ഞങ്ങളുടെ. അപ്പോൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ കച്ചവടം കുറയുമ്പോഴാണ് വീണ്ടും വീഡിയോയ്ക്ക് നമ്മൾ ഇടാൻ വേണ്ടി വരിക. അപ്പം ഞാൻ ഈ പറയുന്ന കുറേ ടിപ്പുകൾ, കാര്യങ്ങൾ ഇത് എൻ്റെ വീഡിയോ റീച്ചാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇതെൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗം മാത്രമാണ്. അതല്ലാതെ ഇതുകൊണ്ട് നിങ്ങളെ എത്രമാത്രം സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തതയില്ല. പക്ഷെ നമ്മളിത് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസുകളും പല മാർക്കറ്റിൽ നിന്ന് പല ഭാഗത്തു നിന്നും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു കാര്യം ജസ്റ്റ് സംസാരിക്കുന്നു, അതുവഴി നമ്മുടെ വീഡിയോ റീച്ചാക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞു വലിച്ചു നീട്ടാണ്ട് കാര്യം പറടാ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വലിച്ചു നീട്ടുന്നില്ല. യൂസ്ഡ് കാർ വണ്ടി വാങ്ങിക്കുമ്പോൾ അഡ്വാൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുക. കയ്യിൽ ക്യാഷായിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ബാങ്ക് ലോണായിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ എങ്ങനെ കൊടുത്താലും നമ്മൾ വണ്ടി അമിത ലാഭത്തിന് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വലിയൊരു എമൗണ്ട് ഒരു കാരണവശാലും അഡ്വാൻസായി കൊടുക്കാതിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസമല്ല, അതിൻ്റെ 1.5 വർഷമായിട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവം എങ്ങനെയായിരുന്നു? ഒരാൾക്ക് ഒരു വണ്ടി കിട്ടാനുണ്ട്. മാർക്കറ്റിൽ 40 രൂപ വിലയുള്ള ഒരു വണ്ടിയാണ്. അയാൾക്ക് കിട്ടാനെന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 30 രൂപയ്ക്കാണ്. ഇദ്ദേഹം ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. നമ്മളുടെ മലയാളി നാഷണാലിറ്റി അല്ല, വേറൊരു നാഷണാലിറ്റിയാണ്. അയാൾ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡോക്ടറിൻ്റെ അവിടെ പാർക്കിൽ വന്ന വണ്ടി കാണാമെന്ന് പറയുന്നു. വണ്ടി കാണുന്നു. വണ്ടി കാണിച്ചു തരാൻ വരുന്നത് അയാളുടെ ഏതോ ഒരു സർവീസിലുള്ള ഒരാൾ, അയാളുടെ അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ അങ്ങനെ അയാളെ സഹായിക്കാനായിട്ട് ഒരാൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇവരെ വണ്ടി കാണിക്കുന്നു. വണ്ടി കണ്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറയുന്നു. വണ്ടി കണ്ട ആൾക്ക് ഭയങ്കര സന്തോഷം. നല്ല വണ്ടി, ഡോക്ടറുടെ വണ്ടി. നമ്മുടെ നാട്ടിൽ ഡോക്ടർ വക്കീലിൽ നിന്ന് ആൾക്കാരെ പറ്റിക്കാലോ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറയുമ്പോൾ പിന്നെ ഡോക്ടറെ കാണാനും വഴിയില്ല, വിളിക്കാനും വഴിയില്ല. നിങ്ങൾ വണ്ടി കണ്ടോളൂ, വണ്ടി കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് പിന്നെ വരും. ഇതായിരുന്നു അതിൻ്റെ സംസാരം. വണ്ടി കണ്ടു, വണ്ടി വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. 40 രൂപയോ 45 രൂപയ്ക്ക് വിലയുള്ള വണ്ടി 30 രൂപയ്ക്ക് കിട്ടുന്നു. ഡോക്ടർക്ക് എന്തോ അത്യാവശ്യമുണ്ട് പൈസയ്ക്ക്. അതുകൊണ്ട് ഇന്ന് 5000 രൂപ വേണം, അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അങ്ങനെ എന്തോ ആണ്, ഞാൻ മറന്നുകൊണ്ടോ കറക്റ്റ് പറയാനായിട്ട്. ഇതൊരു കള്ളക്കഥയല്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് പറയുന്ന കാര്യങ്ങൾക്ക് ഒരുമാതിരി വ്യക്തതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും 5000 രൂപ ഇന്ന് വേണം. ബാലൻസ് പൈസയ്ക്ക് നിങ്ങൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. സ്വാഭാവികമായിട്ടൊരു സംശയം വന്നു, ഡോക്ടർക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമോ? അയാൾക്ക് വേറെ ആൾക്കാരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫണ്ട് കുറച്ച് ബ്ലോക്കായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. സോ ഇഫ് യു ആർ ട്രസ്റ്റ് ഓൺലി ദെൻ ഓൺലി യു ക്യാൻ ഗിവ്. ഇഫ് നോട്ട് നോ പ്രോബ്ലം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. വളരെ ജെന്റിലായിട്ടുള്ള സംസാരം. ഇവരൊന്നും ആലോചിച്ചില്ല. എവിടെ നിന്നൊക്കെയോ നുള്ളിപ്പാക്കിക്കൊണ്ട് 5000 രൂപ ഉണ്ടാക്കി ഇദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ഡോക്ടർ നേരിട്ട് ഇറങ്ങി വരുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു. ക്ലിയർ ആണല്ലോ കഥ. ഈ 5000 രൂപ ഇവർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വളരെ വളരെ പൊളൈറ്റാണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഇവരും ഡോക്ടറെ വളരെ നന്നായി തന്നെ വിശ്വസിക്കുന്നു. ഇതിന് ശേഷം ഇവർ പറഞ്ഞ ഒരാഴ്ച സമയമാകുന്നു. ഈ ഒരാഴ്ച സമയമായി കഴിഞ്ഞപ്പോൾ ഇവർ ക്യാഷുമായിട്ട് ഡോക്ടർ വിളിക്കാം. ഡോക്ടർ, എപ്പോഴാണ് നമുക്ക് വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? ഡോക്ടർ പറഞ്ഞു, ഇല്ല, നമുക്കത് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാം, എപ്പോഴാണ് നിങ്ങൾ സൗകര്യം വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അപ്പോഴും അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. ട്രാൻസ്ഫർ ചെയ്യാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് മുറൂറിൽ, 2 മണി എന്നുള്ളൊരു ഒരു അപേക്ഷിക സമയം മാത്രമാണ് കേട്ടോ. ഒരു ടൈമിൽ മുറൂറിലേക്ക് വന്നാൽ മതി, നിങ്ങൾ അവിടെ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നു. ഇതിന് ശേഷം ഈ ഡോക്ടർ ഫോൺ എടുത്തിട്ടില്ല. ആ നമ്പർ വർക്കിങ്ങും അല്ല. ഇവരെവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യും? എവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു വണ്ടി വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു കാരണവശാലും വലിയ എമൗണ്ട് അഡ്വാൻസായി കൊടുക്കാതിരിക്കുക. മാക്സിമം കൊടുക്കാവുന്ന പൈസ, അവർക്കൊരു ഉറപ്പ് വേണമെങ്കിൽ മാത്രം 500 രൂപ വേണമെങ്കിൽ മാത്രം അഡ്വാൻസായി കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ പലരും നമുക്ക് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ചക്കയാണെങ്കിൽ കുത്തി നോക്കാം പഴുത്തോ ഇല്ലയോ എന്ന്. നമുക്ക് ആൾക്കാരെ കുത്തി നോക്കി അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർബന്ധമാണെങ്കിൽ ഒരു 500 രൂപ അഡ്വാൻസ് കൊടുക്കുക. അത് 1-2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം. അഡ്വാൻസ് കൊടുക്കാതെ ഒരു ഡീൽ, ഇപ്പോൾ അഡ്വാൻസ് നമ്മളിപ്പോൾ ഈവൻ അക്കൗണ്ടിലിട്ട് കൊടുത്താലും ഈ പൈസ തിരിച്ചു വാങ്ങിക്കാനായിട്ട് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. നമ്മൾ സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലേ? എത്ര ദിവസം ഇതിൻ്റെ പുറകെ നമുക്ക് ഓടിയെടുക്കാൻ പറ്റും? അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള വിശ്വസ്ത സ്ഥാപനങ്ങളിൽ നിന്നാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ 500 രൂപ അഡ്വാൻസ് വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ 500 രൂപ എന്തിനാണ് അഡ്വാൻസ് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ആൾക്കാർ പുറം ഡോക്യുമെൻ്റ് അയച്ചു തരും, എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയും. ഞങ്ങളുടെ ഒരു പെട്ടിക്കട ചെറിയൊരു സ്ഥാപനം, ഇതിനകത്ത് ഒരു പരിധി കൂടുതൽ കോൾസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയും പിന്നെ എന്താ പറയുക ആരോഗ്യശേഷിയും ഞങ്ങളുടെ ആൾക്കാർക്ക് കുറവായതുകൊണ്ടും ഞങ്ങൾ അത്യാവശ്യം വേണ്ട ആൾക്കാരെ മാത്രം, അതായത് ഞങ്ങളുടെ സർവീസ് ആർക്കൊക്കെയാണ് വേണ്ടത് അവരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു 500 രൂപ അഡ്വാൻസ് വാങ്ങിക്കുന്നത്. 525 രൂപ. ഞങ്ങളുടെ കേസിൽ ഇൻ കേസ് ലോൺ റിജക്റ്റ് ആവുകയാണെങ്കിൽ നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അതിന് പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ ഏജന്റിനെ വിളിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഇനി ഈവൻ ഏതെങ്കിലും കാരണവശാൽ ഡീൽ റിജക്റ്റ് ആവുകയാണെങ്കിൽ ഈ പൈസ റീഫണ്ടബിൾ തന്നെയാണ്. ഞങ്ങളുടെ ഓഫീസുള്ള ദുബായിലാണ്, ദുബായ് കിസൈസിലാണ്, മദീന മോളിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ഇട്ടതും പറഞ്ഞതും കാര്യങ്ങളെല്ലാം എൻ്റെ സർവീസ് 10 ആളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കഥ സത്യവുമാണ്. ഒരു കാരണവശാലും ഒരാൾക്കും ഒരു അമിത പൈസ ഡെപ്പോസിറ്റ് കൊടുക്കാതിരിക്കുക. ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് പോയാൽ പോട്ടെ എന്ന് കരുതിക്കൊണ്ട് വേണമെങ്കിൽ ഒരു 500 രൂപ വേണമെങ്കിൽ 500 രൂപ എന്ന് പറഞ്ഞാൽ 500 ദിർഹംസ് വേണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഇവരോട് ക്യാഷ് പറഞ്ഞിട്ടുണ്ടാകുന്ന ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അഡ്വാൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുത്ത് ഞാൻ ഡോക്യുമെൻ്റ് അയച്ചു തരിക, ചെക്ക് ചെയ്യുക, ലോൺ കിട്ടുമല്ലോ എന്ന് ചെക്ക് ചെയ്യുക. കിട്ടുമെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് ഫുൾ ക്യാഷ് കൊടുക്കാമെന്ന് പറയുക. പിന്നെ അഡ്വാൻസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. വേണമെങ്കിൽ കൊടുക്കാട്ടോ, പക്ഷേ 500 രൂപയ്ക്ക് മേലെ കൊടുക്കാതിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ബോറാണെന്നറിയാം. എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാറുമായിട്ട് വാങ്ങിക്കാനുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് www.uaecarloan.com. താങ്ക് യു. സ്വാഭാവികമായിട്ടും ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഇരുന്നവർക്കും കുറേ സംശയങ്ങൾ. ചേട്ടാ, ഇങ്ങനൊരു കമൻറ്റ് വരില്ലേ, ഇത് സത്യമാണോ, ഇത് എങ്ങനെയായിരിക്കും ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ചോദ്യം ഒന്ന് ഇതായിരുന്നു, എന്തുകൊണ്ടാണ് സെല്ലർ അഡ്വാൻസ് കൊടുത്ത സമയത്ത് ഒരു പ്രൂഫ് വാങ്ങിച്ചാൽ പോരായിരുന്നോ? പ്രൂഫ് വാങ്ങിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമായിരുന്നോ എന്നുള്ള ചോദ്യം. നമ്മൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാശുള്ളവരോട് നമ്മൾ വളരെ ഭവ്യതയായിട്ടും കാശില്ലാത്തവനോട് നമ്മൾ വളരെ ഹാർഷായിട്ട് പെരുമാറും. ഇദ്ദേഹം ഡോക്ടറാണ് അല്ലേ, അവിടെ നിന്ന് ഇറങ്ങി വരുന്നു, എല്ലാം വിശ്വസനീയം. ഇതിനകത്ത് അവിശ്വസനീയമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ പറഞ്ഞത് അവരങ്ങോട്ട് അപ്പാടെ അങ്ങോട്ട് വിശ്വസിക്കുക ചെയ്തേ. അതല്ലാതെ ഡോക്ടർ എന്തെങ്കിലും പ്രൂഫ് വേണം, അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എഴുതി തരാം എന്ന് അദ്ദേഹം തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആവശ്യപ്പെട്ട ഒരു ഡോക്ടറോട് ഇവരെന്ത് പറയാനാണ്? അയ്യോ ഒന്നും വേണ്ട, ഒരു കുഴപ്പമില്ല, ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരന്ന് അവിടെ നിന്ന് പോന്നേ. നേരെ മറിച്ചിട്ട് ഈ ഡോക്യുമെൻ്റ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഡോക്യുമെൻ്റ് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ പുറകെ നമുക്ക് എത്ര ദിവസം പോകാൻ പറ്റും അല്ലേ? എന്തോട്ടെ, കഥയാണല്ലോ, ഇത് ഒറിജിനൽ കഥയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അതിനകത്തുണ്ടായ ഒരു സംശയം. രണ്ടാമത്തെ സംശയം, അയാളെ കാണുവാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയാൽ പോരെ? തീർച്ചയായിട്ടും മതി. അയാൾ അവിടുത്തെ ഡോക്ടർ ആയിരുന്നെങ്കിൽ അവിടെ തന്നെ പോയാൽ മതി. പക്ഷെ അയാൾ അവിടുത്തെ ഡോക്ടറാണോ അല്ലയോ എന്ന് പോലും ഇവർക്ക് അറിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരാൾ ഡോക്ടറാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനെയൊരു സംശയം ഈവൻ ഈ കഥ കേൾക്കുന്നതിന് മുന്നേ, ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വരെ സംശയമായിരുന്നു ഇങ്ങനെ ഒരു കഥ സംഭവിക്കുമോ എന്നുള്ള കാര്യം. പക്ഷേ സംഭവിക്കുമെന്നുള്ളത് കൺഫേമാണ്. കാരണം മുഹമ്മദ് എന്നാണ് ആളുടെ പേര് പറഞ്ഞത്. ഇത് അപേക്ഷിക്കുക ഇതല്ല കേട്ടോ, ഈ അറബി അറിയാലോ, മുഹമ്മദാണ് എല്ലാവരും, മുഹമ്മദ് എല്ലാവരും ആണ്. അപ്പോൾ എവിടെ പോയിട്ട് മുഹമ്മദിനെ തിരിച്ചറിയാനാണ്? പോസിബിലിറ്റിയേ ഇല്ല. മൂന്നാമത്തെ, പണം അക്കൗണ്ടിൽ കൊടുത്താൽ പോരായിരുന്നു. അക്കൗണ്ടിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് ഇദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അല്പം പൈസ വേണം, എനിക്ക് ആരോട് ചോദിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് വാങ്ങിച്ചത്. ഇനി ഇതിന് മേലെ എന്തെങ്കിലും കമ്പനികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം.
അപ്പോൾ അതിനെല്ലാം തക്കതായുള്ള മറുപടിയുമായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.